നമ്മൾ ഇന്ന് നോക്കുന്നത് 2026 നടന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന്റെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 38/2026. ആദ്യം നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. 61ാമത്തെ ക്വസ്റ്റ്യൻ, ദ വെദർ വാസ് എക്സ്ട്രീംലി ബാഡ്. ഡാഷ് ദ മാച്ച് വാസ് നോട്ട് cancelled. The weather was extremely bad. Dash the match was not cancelled. Option A, therefore. Option B, although. Option C, nevertheless. Option D, moreover. ഇവിടെ തന്നിരിക്കുന്ന രണ്ട് സെന്റൻസ് വിപരീതാർത്ഥം വരുന്നതാണ്. അതായത് കാലാവസ്ഥ മോശമാകുമ്പോൾ നമ്മൾ സാധാരണ മാച്ച് ക്യാൻസൽ ചെയ്യുകയാണ് പതിവ്. സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എന്താ, കാലാവസ്ഥ മോശമാണ്, എന്നിരുന്നാലും അങ്ങനെയാണെങ്കിലും മാച്ച് ക്യാൻസൽ ചെയ്തില്ല. അപ്പം ഇതിന് ചേരുന്ന കറക്റ്റ് വേർഡ് വരുന്നത് ഓപ്ഷൻ സി ആണ്, nevertheless. The weather was extremely bad. Nevertheless, the match was not cancelled. കാലാവസ്ഥ വളരെ മോശമായിരുന്നു, എന്നിരുന്നാലും മാച്ച് ക്യാൻസൽ ചെയ്തില്ല. അപ്പം നെവർട്ട്ലെസ് എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് എന്നിരുന്നാലും അങ്ങനെയാണെങ്കിലും. ഇനി ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം. therefore എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. ഇനി although എന്ന് പറഞ്ഞാൽ എങ്കിലും എന്ന അർത്ഥമാണ് വരുന്നത്. ഇതൊരു വാചകത്തിന്റെ തുടക്കത്തിലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. although എന്ന് പറഞ്ഞാൽ മീനിങ് എങ്കിലുമാണ്. അത് ഇവിടെ ഉപയോഗിക്കാത്തതിന് കാരണം ഓൾദോ സാധാരണ ഒരു സെന്റൻസിന്റെ തുടക്കത്തിലാണ് ഉപയോഗിക്കുന്നത്. രണ്ട് സ്വതന്ത്ര വാചകങ്ങളെ വേർതിരിക്കുന്ന ഫുൾ സ്റ്റോപ്പിന് ശേഷം ഉപയോഗിക്കില്ല. നമുക്കിവിടെ തന്നിരിക്കുന്ന രണ്ട് സെന്റൻസ് ആണല്ലേ. ഒരു സെന്റൻസ് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് വേറൊരു സെന്റൻസ് തുടങ്ങുവാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഓൾദോ എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് അത് ഇവിടെ ചേരാത്തത്. ഇനി മോറോവർ എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നാണ് അർത്ഥം. മോറോവർ കൂടാതെ. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് കറക്റ്റ്. തന്നിരിക്കുന്ന സെന്റൻസുകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, 100 rupees ഈസ് നോട്ട് എ ബിഗ് എമൗണ്ട്. ഓപ്ഷൻ ബി, ദ ഫർണിച്ചർ വാസ് ബോട്ട് ഫ്രം പാരീസ്. ഓപ്ഷൻ സി, every school and college have a playground. Option D, the children as well as the teacher have left. അപ്പം തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ തെറ്റുള്ളത് ഏത് ഓപ്ഷൻ ആയിരിക്കും? ഓപ്ഷൻ സി, എവറി സ്കൂൾ ആൻഡ് കോളേജ് ഹാവ് എ പ്ലേ ഗ്രൗണ്ട്. അവിടെ എന്താ തെറ്റായത്? തന്നിരിക്കുന്ന സെന്റൻസ് എവറിയിലാണ് തുടങ്ങുന്നത് അല്ലേ. തന്നിരിക്കുന്ന സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് എവറിയിലാണ്. അപ്പോൾ എവറി അല്ലെങ്കിൽ ഈച്ച് എന്നീ വാക്കുകൾ ഉപയോഗിച്ച് രണ്ട് നാമപദങ്ങളെ ആൻഡ് ചേർത്ത് ബന്ധിപ്പിച്ചാലും അതിനുശേഷം വരുന്നത് എപ്പോഴും സിംഗുലാർ വെർബ് ആയിരിക്കണം. ഇവിടെ എവറി സ്കൂൾ ആൻഡ് കോളേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം രണ്ട് നൗണിനെ എവറി അല്ലെങ്കിൽ ഈച്ച് എന്ന വേർഡ് കൊണ്ട് ആൻഡ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചാലും അതിനുശേഷം എപ്പോഴും സിംഗുലാർ വെർബ് ആയിരിക്കണം വരേണ്ടത്. ഇവിടെ ഹാവ് ആണ് വന്നിരിക്കുന്നത്. ഹാവിന് പകരം ഹാസ് ആണ് വരേണ്ടത്. അതായത് എവറി സ്കൂൾ ആൻഡ് കോളേജ് ഹാസ് എ പ്ലേ ഗ്രൗണ്ട് എന്നായിരുന്നു വരേണ്ടത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ആണ്. ഓപ്ഷൻ എ, 100 rupees ഈസ് നോട്ട് എ ബിഗ് എമൗണ്ട്. 100 rupees എന്നുള്ളത് സിംഗുലർ ആണ്, അതുകൊണ്ട് അവിടെ ഈസ് ആണ് വേണ്ടിയത്. അതുപോലെ ദ ഫർണിച്ചർ വാസ് ബോട്ട് ഫ്രം പാരീസ്. അവിടെ ഫർണിച്ചറും നമ്മൾ സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്, അതുകൊണ്ട് അവിടെ വാസ് തന്നെയാണ് കറക്റ്റ്. ഇനി ദ ചിൽഡ്രൻ ആസ് വെൽ ആസ് ദ ടീച്ചർ ഹാവ് ലെഫ്റ്റ്. ആസ് വെൽ ആസ് ചേർത്തൊരു സെന്റൻസിനെ കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് വരാൻ. ഇവിടെ ദ ചിൽഡ്രൻ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ലെഫ്റ്റ് തന്നെയാണ് വേണ്ടിയത്. 63ാമത്തെ ക്വസ്റ്റ്യൻ, രാധിക വിൽ അറ്റെയിൻ ഗുഡ് മാർക്സ്. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. ഓപ്ഷൻ എ, വോണ്ട് ഷീ. ഓപ്ഷൻ ബി, ക്യാൻ ഷീ. ഓപ്ഷൻ സി, വിൽ ഷീ. ഓപ്ഷൻ ഡി,
ക്യാൻ ഷീ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വോണ്ട് ഷീ. തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് വില്ലാണ്. അതുപോലെ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് വരും, വോണ്ട് ഷീ. 64ാമത്തെ ക്വസ്റ്റ്യൻ, വിശാൽസ് ഫാദർ ഈസ് ഗോയിങ് എബ്രോഡ് ഡാഷ് എ മന്ത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 4. വിശാൽസ് ഫാദർ ഈസ് ഗോയിങ് എബ്രോഡ് ഫോർ എ മന്ത്. അപ്പം ഇവിടെ എ മന്ത് എന്ന് പറയുന്ന ഒരു നിശ്ചിത സമയദൈർഘ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. എ മന്ത് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയദൈർഘ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ 4 നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഒരു പ്രവൃത്തി എത്ര സമയത്തേക്ക് നീണ്ടു നിൽക്കുന്നു എന്ന് കാണിക്കാനാണ് നമ്മൾ 4 ഉപയോഗിക്കുന്നത്. ഒരു പ്രവൃത്തി എത്ര സമയത്തേക്ക് നീണ്ടു നിൽക്കുന്നു എന്ന് കാണിക്കാനാണ് നമ്മൾ 4 ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് തന്നിരിക്കുന്ന സെന്റൻസിൽ 4 കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത്. വിശാൽസ് ഫാദർ ഈസ് ഗോയിങ് എബ്രോഡ് ഫോർ എ മന്ത്. ഇനി സിൻസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഒരു പ്രവൃത്തി എപ്പോഴാണ് ആരംഭിച്ചത് എന്ന് വ്യക്തമാക്കാനാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത്. ഒരു പ്രവൃത്തി എപ്പോഴാണ് ആരംഭിച്ചത്? ഫോർ എക്സാമ്പിൾ, സിൻസ് മൺഡേ, സിൻസ് 2020 അങ്ങനെ. ഇനി ഇൻ അറ്റ്, ഇവ സാധാരണയായി ഒരു നിശ്ചിത സമയത്തെയോ സ്ഥലത്തെയോ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇന്നും അറ്റും സാധാരണയായിട്ട് ഒരു നിശ്ചിത സമയത്തെയോ സ്ഥലത്തെയോ കാണിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. 65ാമത്തെ ക്വസ്റ്റ്യൻ, രാകേഷ് ഡാഷ് ആസ് അപ്പോയിന്റ്മെന്റ് ടു സീ ദ ഡോക്ടർ. ഇറ്റ് ഈസ് അറ്റ് 11 AM ടുമോറോ. അപ്പൊ ഇവിടെ കറക്റ്റ് ടെൻസ് ഉപയോഗിക്കാനാണ് ക്വസ്റ്റ്യൻ. രാകേഷ് ഡാഷ് ആസ് അപ്പോയിന്റ്മെന്റ് ടു സീ ദ ഡോക്ടർ. ഇറ്റ് ഈസ് അറ്റ് 11 AM ടുമോറോ. ഓപ്ഷൻ എ ഹാസ് മെയ്ഡ്, ഓപ്ഷൻ ബി മേക്ക്, ഓപ്ഷൻ സി മേക്സ്, ഓപ്ഷൻ ഡി മെയ്ഡ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഹാസ് മെയ്ഡ്. രാകേഷ് ഹാസ് മെയ്ഡ് ആൻ അപ്പോയിന്റ്മെന്റ് ടു സീ ദ ഡോക്ടർ. ഇറ്റ് ഈസ് അറ്റ് 11 AM ടുമോറോ. അപ്പം ഇതൊരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലെ. ഹാസ് മെയ്ഡ് എന്ന് വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. അപ്പം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ ഒരു കാര്യം എന്നാൽ അതിന്റെ ഫലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം പാസ്റ്റിൽ നടന്നു കഴിഞ്ഞു എന്നാൽ അതിന്റെ ഫലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവിടെ രാകേഷ് അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞു എന്ന് വരുമ്പോൾ അതൊരു പാസ്റ്റ് ടെൻസ് ആണ്. പക്ഷെ അപ്പോയിന്റ്മെന്റ് എന്നത്തേനാണ് കിട്ടിയിരിക്കുന്നത്? നാളെ രാവിലെ 11 മണിക്ക്. അപ്പം രാകേഷ് അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞു, അത് പാസ്റ്റിലുള്ള കാര്യം. പക്ഷെ അതിന്റെ ഫലം വരുന്നത് ഇപ്പോൾ നടക്കുന്ന കാലയളവിലാണ്, അതായത് നാളെയാണ് ഡോക്ടറെ കാണാൻ പോകേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഹാസ് മെയ്ഡ് ചേർത്തിരിക്കുന്നത്. രാകേഷ് ഹാസ് മെയ്ഡ് ആൻ അപ്പോയിന്റ്മെന്റ് ടു സീ ദ ഡോക്ടർ. ഇറ്റ് ഈസ് അറ്റ് 11 AM ടുമോറോ. പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ ഒരു കാര്യം എന്നാൽ അതിന്റെ ഫലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി 66ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ദ ആന്റോണിം ഓഫ് ഒപ്റ്റിമിസം? ഒപ്റ്റിമിസം എന്ന വേർഡിന്റെ ആന്റോണിം എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സെപ്റ്റിസിസം, ഓപ്ഷൻ ബി പെസിമിസം, ഓപ്ഷൻ സി ഫനാറ്റിസിസം, ഓപ്ഷൻ ഡി ഫിലാന്ത്രോപ്പിസം. അപ്പം ഒപ്റ്റിമിസം എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന വേർഡാണ് ഓപ്ഷൻ ബി പെസിമിസം. ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ശുഭാപ്തി വിശ്വാസക്കാർ അല്ലെ. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം. പെസിമിസം എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങള് മോശമായി കലാശിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത്, എല്ലാം നല്ലതായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നതാണ് ഒപ്റ്റിമിസം. എല്ലാം മോശമായിട്ട് സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നതാണ് പെസിമിസം. ഇനി സെപ്റ്റിസിസം എന്ന് പറഞ്ഞാൽ സംശയാലുതയാണ്. സെപ്റ്റിസിസം എന്ന് പറഞ്ഞാൽ സംശയാലുത. ഫെനാറ്റലിസം എന്ന് പറഞ്ഞാൽ മതഭ്രാന്ത്. ഫെനാറ്റലിസം മതഭ്രാന്ത്. ഫിലാന്ത്രോപ്പിസം എന്ന് പറഞ്ഞാൽ പരോപകാര താല്പര്യം. ഫിലാന്ത്രോപ്പിസം എന്ന് പറഞ്ഞാൽ പരോപകാര താല്പര്യം. 67ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് ഹാസ് ദ മീനിങ്
ടു റിവീൽ ദ സീക്രറ്റ്. ടു റിവീൽ ദ സീക്രറ്റ് എന്ന് അർത്ഥം വരുന്ന ഇഡിയം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടു സ്പിൽ ദ ബീൻസ്, ഓപ്ഷൻ ബി അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്, ഓപ്ഷൻ സി എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ, ഓപ്ഷൻ ഡി കോൾ എ സ്പേഡ് എ സ്പേഡ്. അപ്പം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ടു സ്പിൽ ദ ബീൻസ്. ടു സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ മീനിങ് ടു റിവീൽ ദ സീക്രറ്റ്. ഇനി അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടും വൈകാതെ എന്നാണ് അർത്ഥം. അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്, ഒട്ടും വൈകാതെ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ. ഇനി എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ, തീർത്തും അപ്രതീക്ഷിതമായ ഒരു സംഭവം. തീർത്തും അപ്രതീക്ഷിതമായ ഒരു സംഭവത്തിനാണ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത്. കോൾ എ സ്പേഡ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വളച്ചൊടിക്കാതെ ഉള്ളതുപോലെ തുറന്നു പറയുക. കാര്യങ്ങൾ വളച്ചൊടിക്കാതെ ഉള്ളതുപോലെ തുറന്നു പറയുന്നതിനാണ് കോൾ എ സ്പേഡ് എന്ന് പറയുന്നത്. ഇനി 68ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അക്കോമഡേഷൻ. ACCOMMODATION അക്കോമഡേഷൻ. ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. എങ്കിൽ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കിയേക്കാം. കുറച്ച് ഫ്രേസൽ വേർബ്സ് ആണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് അതിന്റെ മീനിങ് ഒന്ന് നോക്കി പോകാം. ഓപ്ഷൻ എ കോളറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് എന്നാണ് അർത്ഥം. ഓപ്ഷൻ ബി കോളോൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ. വിസിറ്റ് എ പ്ലേസ് എന്ന് പറയുന്നതാണ് കോളറ്റ്. വിസിറ്റ് എ പേഴ്സൺ എന്ന് പറയുന്ന പേരാണ് കോളോൺ. ഇനി കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ്. കോൾ ഫോർ ഡിമാൻഡ്. കോൾ ഔട്ട് ടു ഷൗട്ട്. കോൾ ഔട്ട് ടു ഷൗട്ട്. 70ാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഹൂ ഈസ് ഡിവോട്ടഡ് ടു ദ പ്ലഷർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. വൺ വേർഡ് എഴുതാനാണ്. വൺ ഹൂ ഈസ് ഡിവോട്ടഡ് ടു ദ പ്ലഷർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ഓപ്ഷൻ എ ഫ്യൂജിറ്റീവ്, ഓപ്ഷൻ ബി സിനിക്, ഓപ്ഷൻ സി വാഗബോണ്ട്, ഓപ്ഷൻ ഡി എപ്പിക്യൂർ. തന്നിരിക്കുന്നതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എപ്പിക്യൂർ. വൺ ഹൂ ഈസ് ഡിവോട്ടഡ് ടു ദ പ്ലഷർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. അതിന്റെ വൺ വേർഡ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എപ്പിക്യൂർ. നമ്മൾ ഭക്ഷണപ്രിയൻ എന്ന് പറയില്ലേ, അതാണ് എപ്പിക്യൂർ. ഇനി ഫ്യൂജിറ്റീവ് എന്ന് പറഞ്ഞാൽ നിയമപാലകരിൽ നിന്നോ തടവിൽ നിന്നോ ഒളിച്ചോടിയ വ്യക്തി. നിയമപാലകരിൽ നിന്നോ തടവിൽ നിന്നോ ഒളിച്ചോടിയ വ്യക്തിക്ക് പറയുന്ന പേരാണ് ഫ്യൂജിറ്റീവ്. ഇനി സിനിക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നന്മയിലോ ഉദ്ദേശശുദ്ധിയിലോ വിശ്വാസമില്ലാത്ത, എപ്പോഴും കുറ്റപ്പെടുത്തുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ് സിനിക്. മറ്റുള്ളവരുടെ നന്മയിലോ ഉദ്ദേശശുദ്ധിയിലോ വിശ്വാസമില്ലാത്ത, എപ്പോഴും കുറ്റപ്പെടുത്തുന്ന സ്വഭാവമുള്ള വ്യക്തിക്കാണ് പറയുന്നത് സിനിക്. ഇനി വാഗബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നാടോടി എന്നൊക്കെ പറയില്ലേ, സ്ഥിരമായ ഒരു വീടോ ജോലിയോ ഇല്ലാതെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് അലഞ്ഞു തിരിയുന്ന വ്യക്തി, അവർക്കാണ് പറയുന്നത് വാഗബോണ്ട്, നാടോടി. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിലെ 10 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. നമ്മുടെ ടെലിഗ്രാം ചാനലില് കറണ്ട് അഫയേഴ്സ്, PYQ വിത്ത് കണക്റ്റഡ് ഫാക്ട്സ്, ന്യൂ SCERT ടെക്സ്റ്റ് ബുക്ക് ഇവയുടെ ക്ലാസ്സുകളുടെ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇവയുടെ റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ മെയിൻ ചാനലായ എയിം ഫോർ PSCയിൽ ലഭ്യമാണ്. എല്ലാവരും ആ ക്ലാസ്സുകൾ കൂടെ കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. 71ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പദമേത്? അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഐകമത്യം. ശരിയായ പദം ഓപ്ഷൻ എ, ഐകമത്യം. 72ാമത്തെ ക്വസ്റ്റ്യൻ, എ ബേർഡ്സ് ഐ വ്യൂ എന്നതിന് തുല്യമായ മലയാള വാക്യം. ഓപ്ഷൻ എ ഒരു പക്ഷി വീക്ഷണം, ഓപ്ഷൻ ബി ഒരു വിഹഗ വീക്ഷണം, ഓപ്ഷൻ സി ഒരു പക്ഷിയുടെ കാഴ്ച, ഓപ്ഷൻ ഡി പക്ഷിയുടെ കണ്ണിലൂടെ കാണുക. എ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞാല് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, ഒരു വിഹഗ വീക്ഷണം. എ ബേർഡ്സ് ഐ വ്യൂ, ഒരു വിഹഗ വീക്ഷണം. 73ാമത്തെ ക്വസ്റ്റ്യൻ, ചേർത്തെഴുതുക. എൻ പ്ലസ് കിൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, എങ്കിൽ. എൻ പ്ലസ് കിൽ ചേർത്തെഴുതിയാല് എങ്കിൽ. 74ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ പൂജക ബഹുവചനം ഏത്? ഓപ്ഷൻ എ പൂച്ചകൾ, ഓപ്ഷൻ ബി വൈദ്യർ, ഓപ്ഷൻ സി മരങ്ങൾ, ഓപ്ഷൻ ഡി അമ്മമാർ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വൈദ്യർ. പൂജക ബഹുവചനം വരുന്നത് ഓപ്ഷൻ ബി, വൈദ്യർ. ഇനി 75ാമത്തെ ക്വസ്റ്റ്യൻ, നദി എന്നർത്ഥം വരുന്ന പദമേത്?
നദി എന്നർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ എ വാരിധി, ഓപ്ഷൻ ബി മേദിനി, ഓപ്ഷൻ സി തടിനി, ഓപ്ഷൻ ഡി പഞ്ചമി. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, തടിനി. നദി എന്നർത്ഥം വരുന്ന പദമാണ് തടിനി. ഇനി വാരിധി എന്ന് പറഞ്ഞാൽ എന്താ? വാരിധി സമുദ്രം. വാരിധി എന്ന പദത്തിന്റെ അർത്ഥം സമുദ്രം. മേദിനി എന്ന് പറഞ്ഞാല് ഭൂമി. മേദിനി ഭൂമി. ഇനി പഞ്ചമി എന്ന് പറഞ്ഞാല് ചന്ദ്രന്റെ 5ാമത്തെ തിഥി. പഞ്ചമി എന്ന് പറഞ്ഞാല് ചന്ദ്രന്റെ 5ാമത്തെ തിഥി. 76ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 77ാമത്തെ ക്വസ്റ്റ്യൻ, 2 തലയും കൊളുത്തുക ഈ ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ മരണക്രിയ ചെയ്യുക, ഓപ്ഷൻ ബി അഹങ്കാരം പറയുക, ഓപ്ഷൻ സി ആജ്ഞാപിക്കുക, ഓപ്ഷൻ ഡി ഏഷണി പറയുക. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഏഷണി പറയുക. 2 തലയും കൊളുത്തുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ഏഷണി പറയുക. 78ാമത്തെ ചോദ്യം, ശരിയായ വാക്യമേത്? ഓപ്ഷൻ എ രാമനും രാജനും തമ്മിൽ പരസ്പരം കലഹമുണ്ടാക്കുന്നു, ഓപ്ഷൻ ബി രാമനും രാജനും തമ്മിൽ പരസ്പരം കലഹിക്കാറുണ്ട്, ഓപ്ഷൻ സി രാമനും രാജനും തമ്മിൽ കലഹമുണ്ടാക്കുന്നു, ഓപ്ഷൻ ഡി രാമനും രാജനും തമ്മിൽ പരസ്പരം കലഹിക്കാമോ? ഇതിൽ ശരിയായ വാക്യം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, രാമനും രാജനും തമ്മിൽ കലഹമുണ്ടാക്കുന്നു. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിലെല്ലാം തമ്മിൽ, പരസ്പരം എന്നീ 2 വാക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെ ആയതുകൊണ്ട് ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ടാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ തെറ്റായിട്ട് വന്നത്. ഇനി 79ാമത്തെ ക്വസ്റ്റ്യൻ, വിലമതിക്കാൻ വയ്യാത്തത് അതിന്റെ ഒറ്റപ്പദം. ഓപ്ഷൻ എ അമൂല്യം, ഓപ്ഷൻ ബി മൂല്യമറ്റത്, ഓപ്ഷൻ സി മൂല്യം, ഓപ്ഷൻ ഡി സമൂലം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അമൂല്യം. വിലമതിക്കാൻ വയ്യാത്തത് അമൂല്യം. 80ാമത്തെ ക്വസ്റ്റ്യൻ, സ്ത്രീലിംഗ ശബ്ദമേത്? ഓപ്ഷൻ എ മനുഷ്യൻ, ഓപ്ഷൻ ബി പൊതുവാൾ, ഓപ്ഷൻ സി രാജ്ഞി, ഓപ്ഷൻ ഡി മകൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, രാജ്ഞി. സ്ത്രീലിംഗ ശബ്ദമായിട്ട് വരുന്നത് രാജ്ഞിയാണ്. നമ്മൾ നോക്കിയത് 38 ബാർ 2026 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. പുതിയ ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.